അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളെ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അല്പകാര്യമാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും സ്ത്രീകളും പുരുഷനും തുല്യമാണ്, സ്ത്രീയും പുരുഷനും തുല്യമാണ്. അവർക്ക് അതുപോലെ പവറുണ്ട്, അവർക്ക് എല്ലാ ഉഷാറുണ്ട്, അവർക്ക് പല സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. അങ്ങനെ പല സംസാരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പലപ്പോഴും പല വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അവർ തുല്യരാണ് എന്ന രീതിയിൽ പല ഇതും കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പല വാർത്തകൾ നമ്മൾ അറിയാറുണ്ട്. എല്ലാ ന്യൂസൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ എങ്കിലും സ്ത്രീകൾ എവിടെയെല്ലാം വേദനിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമാണ്. പല ബസ്സുകളിലും പല യാത്രകളിലും പല പ്രയാസങ്ങളും, പല ജോലിസ്ഥലങ്ങളിലും പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. സ്വന്തം പിതാവിനാൽ, സ്വന്തം സഹോദരനാൽ, സ്വന്തം കാമുകനാൽ, അതുപോലെ സ്വന്തം ഭർത്താവിനാൽ എല്ലാം അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ച വാർത്ത, ഒരു പെൺകുട്ടി, ഗർഭിണിയായ പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായ ഒരാൾ മർദ്ദിക്കണമെങ്കിൽ എന്തായിരിക്കും അവരുടെയൊക്കെ മാനസികാവസ്ഥ, എത്രയായിരിക്കും ആ കുട്ടി അനുഭവിച്ച വേദന, പ്രയാസം. അങ്ങനെ എത്ര ആത്മഹത്യകൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആത്മഹത്യകൾ വാർത്തകളൊക്കെ നമ്മൾ അറിയുന്നവരാണ്. ഇങ്ങനെ സംഭവിക്കുന്നു? എത്രമാത്രം സോഷ്യൽ മീഡിയയിലൂടെ ഇത്രമാത്രം ഒരു സോഷ്യൽ യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പോലും ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾ എന്തുകൊണ്ടാണ് അവർക്ക് തുറന്നു പറയാൻ അവർക്ക് സാധിക്കാതെ പോകുന്നത്? സ്വന്തം പിതാവിനോടോ അല്ലെങ്കിൽ സ്വന്തം കൂടെയുള്ള ആങ്ങളമാരോടോ കൂടെയുള്ള കൂട്ടുകാരോടോ പോലും ഒന്ന് തുറന്നു പറയാൻ, ഒരു പ്രയാസത്തിൽ നിന്ന് കരകയറി വരാൻ എന്തുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംസാരം നടത്തുന്നത്. പലപ്പോഴും ഈ അടുത്ത കാലത്ത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ചയാണ് പറയുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വയോവൃദ്ധൻ, ഈ നമ്മളെ കാഞ്ഞങ്ങാട് ഭാഗത്ത് നിന്ന്, നീലീശ്വരം ഭാഗത്ത് നിന്ന് കാഞ്ഞങ്ങാടേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇടയിൽ ആ ഒരു കോളേജൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ പലപ്പോഴും എൻ്റെ നാട്ടുകാരെ കാണുന്നത്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ബസ്സിൽ ഇങ്ങനെ കയറുമ്പോൾ ഈ സ്ത്രീയുടെ കൈ ഇങ്ങനെ തടയുന്നു ഇയാൾ. 5ഓളം സ്ത്രീകളിങ്ങനെ, നമ്മൾ ശരിക്കും അറിയാതെ ഇങ്ങനെ സംഭവിക്കുകയാണെന്നല്ല, അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം പേർക്ക് അറിയാതെ, പക്ഷെ ഒരു കുട്ടി പോലും പ്രതികരിക്കുന്നില്ല എന്നാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. ഞാൻ നല്ല മനുഷ്യൻ അങ്ങോട്ട് കുണ്ടിലോട്ട്, ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി പറഞ്ഞ പോലെ കുണ്ടിലോട്ട് കാലിട്ട് വെക്കാനായി. മണ്ണ് മണക്കാൻ കഴിഞ്ഞെന്ന് നമ്മൾ പറയില്ല. അങ്ങനത്തെ അവസ്ഥയിൽ പോലും ഒരു എന്താ രോഗം എന്നതിനെ പറയാം, നമ്മൾ എന്താ പറയാൻ. അപ്പോൾ അതുപോലെ ഈ ഒരു ചെറിയൊരു ഇതിൽ പോലും ഒരു പ്രതികരണ ശേഷി പെൺകുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും ബസ്സിലോ അല്ലെങ്കിൽ എന്തോ സ്ഥലത്തോ പിടിക്കുകയും തൊടുകയും തലോടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പേഴ്സണൽ ബേസിലേക്ക് നമ്മുടെ കൈകൾ, ഒരു പുരുഷൻ്റെ കൈ ഒരു സ്ത്രീയുടെ മേലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഇവർ പറയാൻ സാധിക്കുന്നില്ല? അത് അത്ഭുതപ്പെടുത്താറുണ്ട്. ഇങ്ങനെ പല ഇൻസ്റ്റാഗ്രാം പരിചയവും പല പീഡനങ്ങൾ നമ്മൾ പല വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നോ പറയേണ്ടടുത്ത് ശക്തമായ നോ പറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അല്ലെങ്കിൽ ഒരു അടി കൊള്ളുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അടുത്ത സുഹൃത്തുക്കളുമായി പങ്കുവെക്കാൻ സാധിക്കുന്നില്ല എന്നത് അത്ഭുതകരമായ കാര്യമാണ്. ഇത്രയും സോഷ്യൽ മീഡിയ യുഗത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ പോലും ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് ആത്മഹത്യയിലേക്ക് എത്തുന്നിടത്തേക്ക് വരെ എത്തുന്നത് പലപ്പോഴും പല സ്ത്രീകളും പറയാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ പലപ്പോഴും പല ഡൈവേഴ്സ് കേസിലും പിന്നീട് ഇവർ കുറിക്കുന്നതായി നമ്മൾ പലപ്പോഴും പല സോഷ്യൽ മീഡിയ പേജുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് അവൻ്റെ പീഡനങ്ങളും അവൻ്റെ എല്ലാ ദ്രോഹവും സഹിക്കാൻ വയ്യാതെ ലാസ്റ്റ് വീട്ടിലേക്ക് വരുമ്പോൾ പോലും വീട്ടിൽ നിന്ന് ഇതൊക്കെ നീ സഹിക്കേണ്ടവളല്ലേ, ഇതൊക്കെ ത്യജിക്കേണ്ടവളല്ലേ, ഇതൊക്കെ ആദ്യ കാലത്ത് ഇങ്ങനെ ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത്രേ നമുക്കറിയില്ല. അങ്ങനെ പറയാൻ സാധിക്കുന്നു നമുക്കറിയില്ല. നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ ബുദ്ധിക്കലൊക്കെ അത് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. അതുപോലെ ഇങ്ങനെ ചെറിയ ഒരു മർദ്ദനം വരുമ്പോൾ, ചെറിയൊരു പീഡനം വരുമ്പോൾ നിങ്ങൾക്കത് പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. 1 അടി കൊണ്ട്, 2 അടി കൊണ്ട്, 3 അടി കൊണ്ട്. ഇത് ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി പറഞ്ഞത്, മാസത്തിൽ 4 പ്രാവശ്യമെങ്കിലും തൻ്റെ ഓഫീസിലുള്ള ആളുടെ കൂടെ വഴങ്ങിക്കൊടുത്താൽ മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് ഇത്രയും കാലം, വർഷങ്ങളോളം അങ്ങനെ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഒന്നിക്ക് നമുക്ക് 2 രീതിയിൽ കാണാം ഈ വാർത്തയെ. ഒന്നിക്ക് വളരെ പ്രയാസപ്പെട്ട, വേറൊരു നിവൃത്തിയില്ലാതെ 1000 ജോലിക്ക് അപേക്ഷിക്കുകയും പോവുകയും വരികയും ചെയ്തിട്ട് ഒരു നിവൃത്തിയില്ലാതെ, ഒരു പലഗതിയും ഇല്ലാതെ ഒരു നിവൃത്തികേട് കൊണ്ട് പോയതാകാം ജോലിക്ക്. അങ്ങനെ വഴങ്ങേണ്ടി വന്നതാകാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിക്കാം, എല്ലാ സുഖങ്ങളും കഴിഞ്ഞിട്ടാകുമ്പോൾ അവസാനം അവൾക്ക് തോന്നി ഇനിയിതിപ്പോൾ പലയിടത്ത് പോലെ സുഖമില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ആദ്യം പ്രതികരണശേഷി നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല? ആദ്യം പ്രതികരിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് ചോദ്യം. എന്തും ഒരു പ്രശ്നം വരുമ്പോഴേക്കും ആദ്യം തന്നെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ ദേഹത്തേക്ക് ഒരു ടച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ മോശമായൊരു ടച്ച് വരുമ്പോൾ, ഒരു ഫീൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന്, ഒരു പിതാവിൻ്റെ ഭാഗത്തുനിന്ന്, ഒരു ആങ്ങളുടെ ഭാഗത്തുനിന്ന്, ഒരു കാമുകൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉപദ്രവം വരുമ്പോൾ അത് തിരിച്ചറിയാൻ സാധിക്കണം. നിങ്ങളായിരിക്കും ഒരു അടിയല്ലേ, ഒരു കുത്തല്ലേ, ഒരു തൊഴിലല്ലേ, ഒന്ന് കിട്ടിയതല്ലേ, അത് ശരിയാകും. അങ്ങനെയല്ല, ഒന്ന് കിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ഒരു ക്രൂരമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയുടെ കൂടെ ജീവിക്കുക. ഈ അടുത്ത കാലത്ത് ഒരു ഫ്ലാറ്റിൽ ആത്മഹത്യ ചെയ്ത് പെൺകുട്ടി പറഞ്ഞെന്താ വെച്ചാൽ, ഭയങ്കര ക്രൂരമായി ദിനംപ്രതി മർദ്ദിക്കും അത്ര. അത് നല്ല വിദ്യാഭ്യാസമില്ല, ജോലിയുള്ള ഒരു കുട്ടിയായി പറയുന്നത്. ഇത്രയും സോഷ്യൽ മീഡിയ യുഗത്തിൽ താമസിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു പ്രതികരിക്കാൻ കഴിയുന്നില്ല? നിങ്ങൾ സോഷ്യൽ മീഡിയ പേജിൽ വേണ്ട, ഒരു അടുത്ത സുഹൃത്തിൻ്റെ, നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ കാണുന്ന ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഒന്ന് പബ്ലിസിറ്റി ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്രയാസമുണ്ടെന്ന് പറയാൻ, കൂടെ ജോലി ചെയ്യുന്നവരോട് പറയാൻ, തൻ്റെ കൂട്ടുകാരോട് പറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നത് ഭയങ്കര അത്ഭുതകരമായ കാര്യമാണ്. ചിന്തിച്ചാൽ നമുക്ക് എത്താത്തൊരു കാര്യമാണ്. ഇത്രയും ആരെങ്കിലായിട്ടുണ്ടാകും സഹായിക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, പല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളും പല
പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റും പല സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഒരുപാട് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു? ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അവസാനം മരണത്തിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥ. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് എന്തോ ഒരു ചെയിനുമായി ബന്ധപ്പെട്ട്, ഒരു സ്വർണ്ണത്തിൻ്റെ നമുക്കറിയാം, ഏതോ ഇനിയിപ്പോൾ ഏറിപ്പോയാൽ ഒരു ചെയിൻ എന്താ വില വരിക സഹോദരങ്ങളെ? രണ്ട് പൗൺ, 1 പൗൺ 1 ലക്ഷം കൂട്ടിക്കോ, ഒരു ജീവനല്ലേ പോയത്. അപ്പോൾ ഇവിടെയൊക്കെ ഇത്രയും ക്രൂരമായി, അത് ഇവിടെ സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകൾ ശത്രുവായി വരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ട്. ഈ അടുത്ത കാലത്തൊരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്, താൻ ഭർത്താവിൻ്റെ പീഡനം സഹിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ വീട്ടിലുള്ളവരും തൻ്റെ അമ്മയടക്കം, തൻ്റെ സഹോദരിയടക്കം, തൻ്റെ കുടുംബത്തിലുള്ള സ്ത്രീകളടക്കം പറഞ്ഞത് ഇവൾ പോരാത്തത് കൊണ്ടാണെന്നും വളരെ കുറ്റങ്ങളും പല ഇതും പറഞ്ഞുണ്ടാക്കുകയും നാട്ടിൽ പറഞ്ഞു പരത്തുകയൊക്കെ ചെയ്യാറാ അധികം സ്ത്രീകളായിരുന്നു അത്രയും ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഈ സ്ത്രീകളും ശത്രുവായി വരുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഒരാളെക്കുറിച്ച് അനാവശ്യം മോശമായത് നമ്മൾ കണ്ണുകൊണ്ട് കാണാതെ അറിയാതെ ഒരിക്കലും പറയാൻ പാടില്ല. ഒരു സ്ത്രീയെ അവഹേളിക്കുന്ന രീതിയിൽ, മോശമാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ പറയരുത്. നമുക്കത് പിന്നീട് മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ മതപരമായ പണ്ഡിതന്മാർ പറയാറുണ്ട്, നമ്മൾ രഹസ്യമായി ഒരു ഭയങ്കരമായ തിന്മയിൽ ഏർപ്പെട്ട, വിചാരം പോലുള്ള തിന്മകളാണ് ഇവിടെ ഉദ്ദേശം, ഏർപ്പെട്ടാൽ നമ്മുടെ മക്കൾ പരസ്യമായി ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരാളെക്കുറിച്ച് നമ്മൾ ഭയങ്കര മോശമായി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മളിലേക്കും അത് തിരിച്ചു വരാം. നമ്മുടെ മക്കളിലേക്ക് നമുക്ക് അത് കേൾക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, മാനസികാവസ്ഥ എന്തായിരിക്കും, ഒരു പിതാവെന്ന രീതിയിൽ, ഒരു മാതാവെന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ എവിടെയും ഒരു പ്രയാസം പ്രതിസന്ധിയും വരുമ്പോൾ ആദ്യം തന്നെ അത് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും അത് ആവശ്യപ്പെട്ട ആളുകളോട് പറയാനും നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. ഒരിക്കലും എൻ്റെ ഭർത്താവല്ലേ, എൻ്റെ കാമുകനല്ലേ, ഒന്ന് കിട്ടിയാലെന്താ, ഒരു ചവിട്ട് കിട്ടിയാലെന്താ, ഒരു അടി കിട്ടിയാലെന്താ, ഫസ്റ്റ് അടി കിട്ടുമ്പോൾ പറഞ്ഞോളണം, രണ്ടാമത്തെ അടി കിട്ടാൻ കാത്തുക്കരുത്. കാരണം ഇങ്ങനെ ഒരു മൃഗീയമായ ക്രൂരമായ സ്വഭാവം ഒരാളുണ്ടെങ്കിൽ അത് ആ ക്രൂരമായ സ്വഭാവം അത് വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. പലപ്പോഴും ഞാൻ ഈ അടുത്ത കാലത്ത് സംസാരിച്ചിരുന്നു, എന്താ വെച്ചാൽ ബെഡ്റൂമിലെ വില്ലൻ അല്ലേ, മറ്റെല്ലായിടത്തും നല്ല മനുഷ്യനായിരിക്കും, ബെഡ്റൂമിൽ ഭയങ്കര വില്ലനായ കഥാപാത്രങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പല ഡൈവോഴ്സ് കേസുകളും അതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ പല മോശം സൈറ്റുകൾ കാണുകയോ, അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലുള്ള ഇത് കാണുകയോ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അവൻ അനുഭവിച്ച പീഡനങ്ങളോ പ്രയാസങ്ങളോ അങ്ങനെ പലതും ആകാം. എന്തായിരുന്നാലും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് അത് ഒരു ക്രൂരതയിലേക്ക് പോകാനും മരണത്തിലേക്ക് പോകാനേ ചാൻസ് സാധ്യതയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നാണ്. കുറച്ചൊക്കെ ശ്രമിക്കുക നന്നാക്കാൻ, ചെറിയൊരു കുറച്ചൊക്കെ മോശമാണെങ്കിൽ, പക്ഷേ വളരെ മോശമാണെങ്കിൽ അവൻ പിന്നെ രക്ഷപ്പെടുന്നല്ലാതെ വേറെ എന്താ ചെയ്യുക? മരണത്തിലേക്ക് വിട്ടുകൊടുക്കണോ അവളെ? വേണ്ട, നിങ്ങൾക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ വീടുകളിലേക്കോ, സുഹൃത്തിൻ്റെ വീട്ടിലേക്കോ, ബന്ധുവിൻ്റെ വീട്ടിലേക്കോ അവിടെ നിൽക്കുകയും എന്നിട്ട് പഠിക്കുകയോ, നിങ്ങൾക്ക് വേറെ വിവാഹം ചെയ്യുകയോ, ഡൈവോഴ്സ് ആവുകയോ, നിയമപരമായി ഡൈവോഴ്സ് ആവുകയോ, വേറെ വിവാഹം ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഒക്കെ ഇന്ന് എത്രയോ പുരുഷന്മാരുണ്ട് ഒരു സ്ത്രീയെ ഒന്ന് വിവാഹം ചെയ്യാൻ കഴിയാതെ 35-40 വയസ്സായി. നമ്മുടെ നാടുകൾ നമുക്കറിയാം. അപ്പോൾ ഓരോ നാടുകളിൽ എത്ര ഉണ്ടാവും? സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര ആളുകൾ കമൻറ്റൊക്കെ എഴുതുമ്പോൾ നമ്മൾ വായിക്കാറുണ്ട് പല കമൻറ്റുകളും. എത്രയോ ആളുകളുണ്ട് ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാതെ, എത്രയോ ആളുകളുണ്ട് കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്നത്. ഒരാൾ കുട്ടികളൊക്കെ വധിച്ചാലും നമ്മൾ വിചാരിക്കാറുണ്ട് ആർക്കും ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ അവർ നോക്കുമായിരുന്നില്ലേ. എത്രയോ ആളുകളൊന്ന് ഒരു കുഞ്ഞിക്കാല് കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ആ സമയത്താണ് ഒരാൾ ഇങ്ങനെ ഗർഭിണികളെ വധിച്ച് കളയുന്നത്, മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ട് ക്രൂരമായി. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എത്രയോ അങ്ങനെ ഉണ്ട്. അതുപോലെ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അങ്ങനെ നിൽക്കേണ്ട. ദുനിയാവ് വിശാലമാണ്. പലപ്പോഴും ഒരു ജോലി പോകുമ്പോൾ നമ്മൾ ഇനി വേറെ ജോലി ഉണ്ടാവില്ലേ, അങ്ങനെ പ്രയാസപ്പെട്ടു പോകില്ലേ എന്ന് കരുതി എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തൻ്റെ ഓഫീസിലുള്ളവരുമായോ, തൻ്റെ മാനേജറുമായോ, തൻ്റെ ബോസുമായോ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിന് നിന്ന് കൊടുക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആവശ്യമില്ല. കാരണം ദുനിയാവ് വിശാലമാണ്, ലോകം വിശാലമാണ്. ഇവിടെ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് ബാംഗ്ലൂരോ, മൈസൂറോ, ദുബൈയോ, സൗദിയോ, ഖത്തറോ, വല്ല ഗൾഫ് രാജ്യങ്ങളിൽ എവിടെ വേണമെങ്കിലും പോകാം. നിങ്ങൾക്ക് എന്ത് വേണം പഠിക്കും, ഓൺലൈൻ സൗകര്യങ്ങളുണ്ട്, പഠിക്കാം, വീണ്ടും പരിശ്രമിക്കാം, വീണ്ടും പഠിക്കാം. എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട്, ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് കൊണ്ട് സ്വന്തമായി തൊഴിൽ തുടങ്ങുന്ന പെൺകുട്ടികളെ നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കും. ടൈലറിങ്ങോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും കോസ്റ്റ്യൂംസ് അതിൻ്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ പെർഫ്യൂംസോ എന്തുമാകട്ടെ, നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്നത് 1000, 5000, 2000, 3000 കൊണ്ട് തുടങ്ങാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു മെഷീൻ വാങ്ങി നിങ്ങൾക്ക് തയ്യലിങ് അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തുമാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങി ഇതാക്കാം. ഒരു പുരുഷന് അല്ലെങ്കിൽ സുഖമില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായി ഒന്നും തരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ജോലിയിൽ, അങ്ങനെ നിങ്ങൾക്കും തുടങ്ങാം, നിങ്ങൾക്കും ഇതാക്കാം. സ്വന്തം കാലിൽ നിൽക്കണമെന്നൊക്കെ പല സ്ത്രീകളും പറയാറുണ്ട്. അതിനുള്ള പ്ലാറ്റ്ഫോം റെഡിയാണ് ഇവിടെ. നിങ്ങളതിന് സന്നദ്ധരാകുന്നില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ചിലപ്പോൾ ചില പെൺകുട്ടികൾ പറയാറുണ്ട് ഞാൻ മുഖം എൻ്റെ കാണൂലേ, എൻ്റെ കൈ കാണൂലേ. നിങ്ങളെ കൈയും മുഖമൊന്നും കാണിക്കാൻ എത്രയോ സ്ത്രീകൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തിട്ട് മുഖവും കൈയും കാണിക്കാതെ പരസ്യമൊക്കെ ചെയ്തിട്ട് എത്രയോ ബിസിനസ്, എത്രയോ കച്ചവടം നടത്തുന്നുണ്ട്. നമുക്ക് ഒന്ന് ഓൺലൈനിലല്ലേ ഒരു അഡ്രസ്സിൽ അങ്ങ് അയച്ചു കൊടുത്താൽ, അഡ്രസ്സിൽ അങ്ങ് ഗൂഗിൾ പേ പൈസ ചെയ്താൽ അഡ്രസ്സിൽ സാധനം അങ്ങ് അയച്ചു കൊടുക്കുക. എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. അതുപോലെ നിങ്ങളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ ഒരു കുറിപ്പ് ചെയ്താൽ ഫേസ്ബുക്കിലോ, സോഷ്യൽ മീഡിയയിലോ, യൂട്യൂബിലോ, ഇൻസ്റ്റാളിലോ ഒരു കുറിപ്പ് ചെയ്താൽ, ഒരു ചെറിയ
ഒരു വീഡിയോ പങ്കുവെക്കാം, നിങ്ങളുടെ പ്രയാസങ്ങൾ പറയാം, ഓഫീസറുമായി ബന്ധപ്പെടാം. നമ്മുടെ എത്രയോ സ്ഥാപനങ്ങൾ എത്രയോ ഇതുമായി ബന്ധപ്പെട്ട ആളുകളും പിന്നെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ പ്രയാസപ്പെടുന്നവരെ കാണുന്ന ആളുകൾ അങ്ങനെയുണ്ട്. പിന്നെ ഒരുപാട് വൃദ്ധസദനങ്ങളും സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. എവിടെയെങ്കിലും പോയി നിങ്ങൾ രക്ഷപ്പെടുന്ന മാർഗ്ഗം നോക്കുക, പീഡിപ്പിക്കപ്പെടുന്നിടത്ത് നിന്ന് രക്ഷപ്പെടുന്ന മാർഗ്ഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാതെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്കും ദുനിയാവ് വിശാലമാണ്. വിശാലമായി ചിന്തിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ നമ്മൾ തയ്യാറാവുക. ഒരുപാട് നീണ്ടുപോകുന്നതുകൊണ്ട് നിർത്തുക. നമുക്ക് ഇനിയും നല്ല നല്ല വിഷയങ്ങളുമായി വീണ്ടും കണ്ടുപിട്ടത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട നല്ല കമൻറ്റൊക്കെ ചെയ്യുക. ഈ അടുത്ത കാലത്തൊക്കെ പെൺകുട്ടികൾ ധാരാളമായി കാണാറുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവാന്ന് തോന്നുന്നു സ്ത്രീകൾ കാണുന്നത്. നിങ്ങൾ കാണുക, എൻ്റെ വീടുകൾ സംസാരങ്ങൾ കേൾക്കുക, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരും, ചിന്തകൾ വരും. നിങ്ങളുടെ കഴിവുകൾ എന്താണ്? ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ കഴിവ്. നിങ്ങളുടെ കഴിവുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി മെസ്സേജ് ചോദിച്ചു, എന്താണ് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ കഴിവില്ല? നിങ്ങൾക്ക് ഏതൊരു ജോലി ചെയ്യുമ്പോഴാണോ ഒരു ഈസി ആയിട്ട് അത് തോന്നുന്നത്, വളരെ ഈസി ആയിട്ട് അത് ജോലി തോന്നുന്നത്, സമയം പോലും പോകുന്ന അറിയാതെ, അതുപോലെ ഒരു ശരീരത്തിന് ഒരു ടയർഡും ഇല്ലാതെ ഒരു ക്ഷീണവും ഇല്ലാതെ ഏത് ജോലിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? അതാണ് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഫാഷൻ ഏതാണോ അത്. ആ ഫാഷൻ നിങ്ങൾ പണമാക്കുന്നിടത്തേക്ക്, സമ്പാദിക്കുന്നിടത്തേക്ക് പോയാൽ മതി. എന്താണ് നിങ്ങളുടെ ഫാഷൻ? അത് സമ്പാദിക്കുന്നിടത്തേക്ക് നിങ്ങൾ വളർന്നാൽ, അതിനെങ്ങനെ സമ്പാദ്യമാക്കാമെന്ന് നിങ്ങൾ പഠിച്ചാൽ, അതിനെങ്ങനെ ബിസിനസ് ആക്കാമെന്ന് പഠിച്ചാൽ, കേക്ക് ഉണ്ടാക്കലാകാം, ട്രെയിലറിങ് ആകാം, അച്ചാർ ഉണ്ടാക്കലാകാം, വിഭവങ്ങൾ ഉണ്ടാക്കലാം, നല്ല മസാല ഉണ്ടാക്കി വിൽക്കലാകാം, അല്ലെങ്കിൽ 10 മാക്സി വാങ്ങി വിൽക്കലാകാം, എന്തെങ്കിലും ബിസിനസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കലാകാം, വിൽക്കലാകാം, പലഹാരം ഉണ്ടാക്കി കൊടുക്കലാം, അങ്ങനെ എന്തുമാകട്ടെ നിങ്ങളുടെ മെമ്മറിലേക്ക് ഉദിച്ചു വരും. അത് പുതിയ ഐഡിയകൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നമ്മൾക്ക് മാറട്ടെ. സ്ത്രീകളെ കൂടുതൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ മറ്റു വിഷയങ്ങളുമായി നമുക്ക് വരാം. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുക.